വെടിനിർത്തൽ കരാർ പ്രകാരം ഹമാസ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ബന്ദികളെ മോചിപ്പിച്ചിരുന്നു. ഗസയിലെ നുസൈറത്ത് നഗരത്തിൽ വെച്ചാണ് ഹമാസ് ബന്ദികളെ റെഡ് ക്രോസിന് കൈമാറിയത്. ഇസ്രായേൽ ബന്ദികളെ മോചിപ്പിച്ചതിന് പകരം ഇസ്രായേൽ പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കണം. 600ഓളം തടവുകാരെയാണ് മോചിപ്പിക്കേണ്ടത്. എന്നാൽ ഇസ്രായേൽ ബന്ദിമോചനം നീട്ടുകയാണെന്ന റിപ്പോർട്ട് പുറത്തു വന്നു. ഇതിനെതിരെ ഹമാസിൻ്റെ പ്രതികരണവും എത്തി. കരാറിൻ്റെ ലംഘനമെന്നാണ് ഹമാസ് വക്താവ് പ്രതികരിച്ചത്. തടവുകാരെ മോചിപ്പിക്കാൻ ഇസ്രായേൽ കാലതാമസം വരുത്തുന്നത് ഗുരുതരമായ കരാർ ലംഘനമാണെന്നാണ് ഹമാസ് വക്താവ് ആരോപിക്കുന്നത്. കരാർ വ്യവസ്ഥകൾ പാലിക്കാൻ ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് ഹമാസ് മധ്യസ്ഥ രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടു. തടവുകാരുടെ മോചനം വൈകുകയാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിൻ്റെ ഓഫീസ് സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് പ്രതികരണവുമായി ഹമാസ് എത്തിയത്. കരാർ പ്രകാരം ഫെബ്രുവരി 22-നായിരുന്നു 600ഓളം പലസ്തീൻ തടവുകാരെ ഇസ്രായേൽ മോചിപ്പിക്കേണ്ടത്. ഹമാസ് തുടർച്ചയായി വെടിനിർത്തൽ കരാർ ലംഘിക്കുകയാണ്. അതുകൊണ്ടാണ് തടവുകാരുടെ മോചനം വൈകുന്നതെന്നാണ് ഇസ്രായേലിൻ്റെ വിശദീകരണം. അതിനിടെ ഹമാസ് ബന്ദിയായിരുന്ന ഇസ്രായേൽ യുവാവ് ഒമർ ഷേം ടോവ് മോചന സമയത്ത് ഹമാസ് അംഗങ്ങളുടെ നെറ്റിയിൽ മുത്തുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. എന്തുകൊണ്ടാണ് ഒമർ തന്നെ ബന്ദിയാക്കിയവരോട് അങ്ങനെ പെരുമാറിയതെന്ന ചോദ്യമായിരുന്നു സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞത്. എന്നാൽ ഇത് ഹമാസിൻ്റെ പ്രചരണതന്ത്രമാണെന്നാണ് പുറത്തുവരുന്ന വിവരം. ഹമാസിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഈ ആഹ്ലാദ പ്രകടനങ്ങൾ ഉണ്ടായതെന്നാണ് ഒമറിൻ്റെ അച്ഛൻ വെളിപ്പെടുത്തിയത്. പുഞ്ചിരിക്കാനും കൈവീശാനും അവർ പറഞ്ഞതുപോലെ ഒമർ ചെയ്തു. നെറുകയിൽ ഉമ്മ വച്ചതും അവിടെ ഉണ്ടായിരുന്ന ഹമാസിൻ്റെ ആൾ ആവശ്യപ്പെട്ടതനുസരിച്ചായിരുന്നു. ഹമാസിൻ്റെ ബന്ദിയായിരിക്കെ മാനസികമായും ശാരീരികമായും ഒമർ അനുഭവിച്ച പീഡനങ്ങളും പിതാവ് വെളിപ്പെടുത്തി. കൊടിയ പീഡനങ്ങളായിരുന്നു യുവാവിന് അനുഭവിക്കേണ്ടി വന്നത്. നോവ മ്യൂസിക് ഫെസ്റ്റിൽ നിന്ന് 2023 ഒക്ടോബർ 7-ന് ഹമാസ് പിടിയിലായ യുവാവ് ആദ്യത്തെ 50 ദിവസം മറ്റൊരാൾക്കൊപ്പമാണ് തടവിലാക്കപ്പെട്ടത്. ആ വർഷത്തെ താൽക്കാലിക കരാർ പ്രകാരം ഒപ്പമുണ്ടായിരുന്നയാൾ മോചിപ്പിക്കപ്പെടുകയും ഒമറിനെ ഹമാസിൻ്റെ തുരങ്കത്തിലേക്ക് മാറ്റുകയും ചെയ്തു. പിന്നീട് മാസങ്ങളോളം ഒമർ സൂര്യപ്രകാശമെത്താത്ത തുരങ്കത്തിനകത്ത് ഏകാന്ത തടവിലായിരുന്നു. ഈ ദിവസങ്ങളിൽ ബന്ദിമോചനത്തിനായി തൻ്റെ ഉറ്റവരടക്കം നടത്തിവന്ന പോരാട്ടത്തിൻ്റെ മാധ്യമ റിപ്പോർട്ടുകൾ മാത്രം കണ്ടാണ് ഒമറിന് പുറംലോകത്തെക്കുറിച്ചുള്ള അറിവ്. എങ്കിലും എല്ലാത്തിനെയും പ്രത്യാശയോടെ കാണുന്ന, എല്ലാവരോടും പെട്ടെന്നടുക്കുന്ന പഴയ ഒമറിനെ തിരിച്ചു കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് കുടുംബം. 16 മാസത്തെ ബന്ധനത്തിനിടെ 15 കിലോ ഭാരം കുറഞ്ഞതൊഴിച്ചാൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ല. എന്നാൽ ബന്ദികളാക്കപ്പെട്ട കാലയളവിലേറ്റ മാനസികവും ശാരീരികവുമായ ആഘാതങ്ങൾ മോചിതരായ എല്ലാ ബന്ദികൾക്കും ഉണ്ടെന്ന് കുടുംബങ്ങൾ പറയുന്നു. ഇരുട്ടറകളിൽ കൈകാലുകൾ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട നിലയിലും പട്ടിണിയിലും ഇവർ കൊടിയ പീഡനങ്ങൾ അനുഭവിച്ചതായി കുടുംബങ്ങൾ ആരോപിക്കുന്നു. മോചനത്തിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ ഭക്ഷണം നൽകി ശരീരഭാരം കൂട്ടുകയും ക്യാമറയ്ക്കും ജനക്കൂട്ടത്തിനു മുന്നിൽ ഏത് വിധം പെരുമാറണമെന്ന് നിർദ്ദേശം നൽകിയുമാണ് ഹമാസ് ബന്ദിമോചനത്തിൻ്റെ ദൃശ്യങ്ങൾ പ്രചരണത്തിന് ഉപയോഗിക്കുന്നതെന്നാണ് ഇസ്രായേലും ബന്ദികളുടെ കുടുംബാംഗങ്ങളും ആരോപിക്കുന്നത്. അതേസമയം യുവാവ് ചുംബിക്കുന്ന ദൃശ്യങ്ങൾ ഹമാസിനോടുള്ള നന്ദി പ്രകാശനമായും മോചന സമയത്തെ ആഹ്ലാദമായും ഈ ദൃശ്യത്തിന് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഹമാസ് അനുകൂലികൾ പ്രചരിപ്പിക്കുന്നുണ്ട്. 505 ദിവസം ഹമാസിൻ്റെ തടവിലിരുന്ന ശേഷം മോചിതനാകുമ്പോൾ 22-കാരനായ ഒമർ ഷേം നിറഞ്ഞ് പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു. മോചനത്തിൻ്റെ ഓരോ ഘട്ടത്തിലും നിസ്സഹായതയിൽ നിന്ന് പ്രത്യാശയിലേക്ക് കടന്നു തോന്നിക്കുന്ന ആ പുഞ്ചിരി ഒമറിൻ്റെ മുഖത്തുണ്ടായിരുന്നു. ജനക്കൂട്ടത്തിന് നേരെ തുടർച്ചയായി കൈവീശിക്കൊണ്ടിരുന്ന ആ യുവാവ് ഹമാസ് ഒരുക്കിയ വേദിയിലെ പരേഡിനിടെ ഒപ്പം നിന്ന ഹമാസ് അംഗങ്ങളുടെ നെറ്റിയിൽ ചുംബിക്കുകയായിരുന്നു.